भेज दिया। सच्ची बात बोलते हैं, भेज दिया। माल जल्दी पहुंच गया भाई। हाँ KTC, हाँ केरला ट्रांसपोर्ट कॉर्पोरेशन, हाँ KTC, इसमें भेजा। आप फिक्र मत करना भाई। ये छोटा गांव है भाई, ये गांव में बहुत बहुत अच्छा माल है। इधर अच्छा नारियल है, अच्छा आम है, अच्छा सुपारी भी है इधर। आप फिक्र मत करो। सुनील शेट्टी का फोन अभी आया था, उनको भी मैं सब कुछ बोल दिया। वो बहुत खुशी में। हाँ जी। अच्छा आप बोलिए, फिर क्या क्या समाचार है उधर? मुझे थोड़ा पैसा मिलने का है, उसके पास मैं अभी जाऊंगा। हाँ अच्छा, मैं 24 तारीख को पक्का पहुंचेगा उधर। आप फिक्र मत करो। ओके। ഇതേതാ പുതിയ അവതാരം? ഇവിടെയും കണ്ട് പരിചയമില്ലല്ലോ. വിദേശിക്കും സ്വദേശി. അതെ, കണ്ട മത്തങ്ങൾക്ക് കണ്ണും മൂക്കും വെച്ച പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാ മത്തങ്ങ ഹിന്ദി പറയുന്നത് കേൾക്കുന്നത്. അച്ഛാ ഹലോ, ഇത് അബ്ദുള്ളയാണ്. ബോംബെന്ന് റാംജി ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. 10 ലക്ഷം രൂപ ലോസ് ആണ് പോലും. നീ ഇത് എവിടെയാ പോയി കിടക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരി കാണാവുന്ന. നിർത്തുന്നുണ്ടോ നിങ്ങളെ ലാത്തിയടി? ഓലക്കേല ഫോൺ വിളിച്ചോണ്ട് ആളെ ബുദ്ധിമുട്ടിക്കാൻ. എടോ, ഇത് കേരളമല്ലേ, ഉഗാണ്ടയൊന്നും അല്ലല്ലോ. ഫോൺ വിളിക്കാൻ പാടില്ലെന്ന് ബോർഡ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? മലയാളിയാ? അതെയോ? വേണ്ട, വരദം വന്ന് ഇവിടെ കളിക്കണ്ട, വന്ന കോളേജിൽ പോകൂല. ബോംബെന്ന് ഒരുപാട് കളി കളിച്ചിട്ടാ ഇവിടെ വന്നത്, മനസ്സിലായോ? എന്നോട് കളിച്ച മോന്ത കുട്ടിക്കടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. കേട്ടടാ, ഇപ്പൊ നടക്കും. ഈ അബ്ദുള്ളയോട് നീ കളിക്കാറായില്ല. എന്താ നീ വിചാരിച്ചേ? ആളറിയാതെ എന്തോ പറഞ്ഞു പോയതാ. എത്രയായി? 65 റുപ്യ. അയ്യോ, ഒരു തല്ല് കാണാനുള്ള ഭാഗ്യം നമുക്കില്ലട്ടോ. സാർ ബാക്കി. നീ വെച്ചോ. ഓ അയ്യേ, എന്താ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല. എന്താ ചൂട്, ഇതിലെ വന്നപ്പോ കാലം നനയ്ക്കാന്ന് കരുതി. ഓ അതാണോ? ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഉണ്ട്, അതുണ്ട്. അല്ല, നിന്റെ ആടിന് എത്ര പാല് കിട്ടും? അതിന് എന്റെ ആട് പെറ്റില്ലല്ലോ. പെറ്റില്ലാന്നോ? എന്താ പെറാത്തത്? ചവിട്ടിക്കാഞ്ഞിട്ട്. അങ്ങനെ വരട്ടെ, ചവിട്ടിച്ചാ പെറും, അതുറപ്പാ. അതെ, ചൂടാവുമ്പോ ചവിട്ടിച്ചില്ലെങ്കിൽ ചെന പിടിക്കില്ല, ആടിനായാലും. ഇത് പറയാനാ ഇപ്പൊ വന്നത്? ജാനുവിന്റെ ആടിനെ കുറിച്ച് ഓർത്ത് വെളിച്ചപ്പാട് വിഷമിക്കണ്ട, അതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. സമയം കളയാതെ വെളിച്ചപ്പാട് പോവാൻ നോക്ക്, എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, മറന്നു. കോരപ്പനെ ഒന്ന് കാണാം. നിങ്ങൾക്ക് എത്ര കുപ്പി കള്ളു വേണേ ഞാൻ മേടിച്ചു തരാം. കുമാരന് കാശൊരു പ്രശ്നമല്ല, ഇപ്പൊ ചത്താ പോലും മനസമാധാനത്തോടെ കള്ളു കുടിച്ചിട്ട് ചത്തതാണെന്ന് ആശ്വസിക്കാം. കുമാരേട്ടാ, നിങ്ങളൊരു മഹാന. ഓ മഹാൻ. അയ്യടാ, എത്ര നാളായിന്നറിയോ ഒരു തുള്ളി മോന്തിയിട്ട്? കുമാരൻ എന്തു ആവാം, ഒറ്റ ചെക്കനാ. വയ്യാണ്ട് കിടന്നാൽ നോക്കാൻ ആളുണ്ട്. ഞാൻ കിട്ടുന്ന കാശ് നുള്ളിപ്പെറുക്കി വെച്ചില്ലെങ്കിലേ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ ഭാർഗവി ഊര് കണ്ടേണ്ടി വരും. ഇപ്പോഴും താനല്ലേ ഒരു അന്യനായിട്ടാണ് കാണുന്നതല്ലേ? അതല്ലടോ, ഒന്ന് കരുതി ജീവിച്ച പിന്നെ വിഷമിക്കണ്ടല്ലോ. ജീവിതമായാൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ച് എപ്പോഴും അത് ആലോചിച്ചിരുന്നാൽ പിന്നെ എന്താണോ ഒരു സുഖം? തലചുട്ട് പൊള്ളുന്നു. ആർക്കോ എന്തിനാ വേണ്ടി വാദിച്ച വാക്കിന്റെ മുടഞ്ഞ വേളയിൽ മൂർച്ചയിൽ എന്റെ തലയുട്ട് പൊള്ളുന്നു, എന്റെ തലയുട്ട് പൊള്ളുന്നു. ഓ, തുടങ്ങി കോരപ്പന്റെ ഒരു ഗീതാപാരായണം. അവൻ എന്ത് വേണമെങ്കിലും ആയിക്കൂടെ, ചെലവിനുള്ള കാശ് മോൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഭാഗ്യം ചെയ്ത ജന്മ.
ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച. അതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ല. എടോ, എന്നുണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് തരിച്ചുള്ള ജീവിതം, തിന്നോ കിടന്നോന്ന് നോക്കാനൊരാളില്ലാതെ തലയുട്ട് പൊള്ളുന്നു. ഓരപ്പം ചൊല്ലുന്നത് കവിതയല്ല, ജീവിതമാണ്. ആർക്കോ എന്തിനോ വേണ്ടി വാദിച്ച വാക്കിന്റെ മോതന്റെ വേളയിൽ മൂർച്ചയിൽ പൂർത്തീകരിക്കാത്ത കവിത പോലെയാ ജീവിതം.